നിന്റെ ഒരു ഒറ്റ ആളുടെ നിർബന്ധ കാരണം അല്ലെങ്കിൽ രണ്ടര അടിച്ചിട്ട് അവിടെ കിടന്നാൽ മതിയായിരുന്നു. ഈ നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ്. പിന്നെ അബയാ, നീ ഉറങ്ങാതെ അവനെ നോക്കണേ. ഞാൻ ഒന്ന് കിടന്നുറങ്ങട്ടെ. അങ്ങനെ ഇപ്പൊ നീ ഉറങ്ങണ്ട. മായി എടാ, നീ ഫോൺ അവിടെ നിന്ന് വെച്ചിട്ട് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കും. അഭയാ, ഇവൻ ഉറങ്ങുന്ന തന്നെയാ നല്ലത്. ഡാ, ഇതൊന്നും തുറക്കടാ. എന്താ നോക്കാം. ഏയ് വേണ്ട വേണ്ട, അത് ചെറുതായിട്ടൊരു ബൈക്ക് കട്ടിയതാ. നമ്മൾ പിറങ്ങി ആകെ പ്രശ്നമാവും. ഒന്നാമത് നമ്മൾ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട്. നീ വണ്ടി എടുത്തരാ. നിങ്ങളെന്താ ഈ പറയുന്നേ? എന്താ പറ്റി നോക്കിയിട്ട് പോ. നീ വണ്ടി എടുക്ക. മോളെ, ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക് അത് അവിടെ തന്നെ ഉണ്ടല്ലോ. താനെന്താ ഫോൺ എടുക്കാത്തെ? നീ കാണുന്നില്ലേ ഇവിടുത്തെ തിരക്ക്? നാളത്തെ കാര്യം ഓക്കെ അല്ലേ? നീ വരില്ലേ? നാളേക്ക് ലീവ് പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ഞാൻ പറയാം. അങ്ങനെ പറഞ്ഞാ പോരാ, നീ ഉറപ്പ് പറ. ഓക്കേ, ഞാൻ പിന്നെ പറയാം. നീ ഇപ്പൊ പോ. പറയണെന്ന് കേക്ക്. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പുട്ടുപൊടിയോടെ ആ സൈഡിലുണ്ട്. അവിടെ. എന്താണ് ഏട്ടത്തിയമ്മ? അപ്പൂസിന് പനി കുറവില്ലേ? ഇല്ലടാ, ഞാൻ തുളസിയിലേയും പേരയിലും ഇട്ടൊന്ന് ആവി പിടിക്കാൻ നോക്കുമായിരുന്നു. നിങ്ങൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് അവളെ കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ നോക്ക്. അപ്പൂസേ ഡാ, പനി കുറവില്ലല്ലോ. ആ ആശുപത്രി പോ. ഏട്ടാ തീമേ, അപ്പൂസേ വാ മോനെ, എണ്ണീക്കടാ, ആവി പിടിക്കാം. അപ്പൂസേ എനിക്ക് ആവി പിടിക്കാം. വാ, വാ എണ്ണീക്ക്. കുറവുണ്ടോ? വാ മോനെ. നിങ്ങളിങ്ങനെ വെച്ചോണ്ടിരിക്കാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം. ഉം. ഞാൻ ഒന്ന് ചേട്ടനെ വിളിച്ചോട്ടെ. ആ, എന്തേ? മോഹന്റെ ഫോൺ അടിക്കുന്നുണ്ട് കേട്ടോ. എന്താ ദയാലേ? ചേട്ടൻ എന്ത്? ചേട്ടൻ അപ്പുറത്തുണ്ടല്ലോ. ഒന്ന് ഫോൺ കൊടുക്കൂ. എന്താ കൊടുക്കണോ? ആ, ഇപ്പോൾ കൊടുക്കാം. ഡാ, നിൻ്റെ അനീന. ഹലോ. ആ, എന്താടാ? ഹലോ ചേട്ടാ, അപ്പൂസിന് നന്നായി പനിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ചേട്ടന് വരാൻ പറ്റുമോ? അതെ, ഞാൻ കൊണ്ടുപോകാം. ഞാൻ വരാം. ഞാൻ പോട്ടെടാ. കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്തു പറ്റിയടാ? പനിയാടാ. ഡാ, എന്നെ പറ, ഒന്ന് വീട്ടിലേക്ക് തന്നെ. ആ.
എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട്? 2-3 ദിവസമായി തുടങ്ങിയിട്ട്. തൽക്കാലം ഞാൻ മെഡിസിൻ തരാം, പക്ഷേ എത്രയും പെട്ടെന്ന് ബെറ്റർ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കോ മാറ്റുന്നതാണ് നല്ലത്. എന്തായാലും ബ്ലഡിൻ്റെ റിസൾട്ട് വരട്ടെ. ന്യൂമോണിയ ആവാൻ സാധ്യത ഉണ്ട്. ശരി എന്നാ. ചേട്ടാ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം സർക്കാർ ഡോക്ടർമാരുടെ നമ്പറാ. അവർ വേഗം പ്രൈവറ്റിലേക്ക് പറഞ്ഞുവിടും. അവർക്ക് അവിടുന്ന് കമ്മീഷൻ ഉണ്ടാവുന്നേ. മെഡിക്കൽ കോളേജിലോട്ടല്ലേ കൊണ്ടുപോകാൻ പറഞ്ഞത്? അവിടേക്ക് 10-30 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ എന്തായാലും പ്രൈവറ്റിലല്ലേ കാണിക്കുള്ളൂ. ഇങ്ങനെയൊന്നും പറയല്ലേ ചേട്ടാ, മോളുടെ കാര്യല്ലേ, നമുക്ക് കൊണ്ടുപോവാം. അതിനൊന്നും ആവശ്യമില്ല. അപ്പോഴേക്കും പനി മാറും. ഇങ്ങനെ ഇടയ്ക്ക് വരുന്നത് നല്ലതാ. ഇത് ശരീരത്തിന്റെ പ്രകൃത. നീ വന്നേ, നമുക്ക് മരുന്ന് മേടിക്കാം. ആ മോനെ. ഹലോ മമ്മി. ആ പറ. ഹലോ മമ്മി, കേൾക്കാവോ? ആ പറയും മോനെ. മമ്മി കഴിച്ചോ? ആ ഇപ്പം കഴിച്ചതേ ഉള്ളൂ. മോൻ കഴിച്ചോ? ആ കഴിച്ചു. പപ്പ എന്തി? പപ്പ ഇന്നലെ പോയതല്ലേ, പപ്പ വന്നില്ല. ഞാൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ആ അത് പിന്നെ അങ്ങനെയാണല്ലോ, വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ ഫോണും എടുക്കില്ലല്ലോ. ആ നാളത്തെ ദിവസമെങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് പപ്പയെ കെട്ടിയിടാം. ആ മമ്മി, എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുക. ഈ രാത്രി തന്നെ ഇറങ്ങണം മോനെ. നേരം വെളുത്തിട്ട് ഇറങ്ങിയാൽ പോരെ? അതൊന്നും പറ്റില്ല. നാളെ രാവിലെ പപ്പ എണീച്ച് വരുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കണം. ആ നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്. സൂക്ഷിച്ച് വരണം കേട്ടോ. എവിടെയായിരുന്നുണ്ടാ? സോറിടാ, ഒരു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നീ എന്തെങ്കിലും ഓർഡർ ചെയ്തോ? നിനക്കെന്താ വേണ്ടത്? ആ ചിക്കു മതി. ചിക്കോ? വേറൊന്നും വേണ്ടേ? വേണ്ട. എന്നാ എനിക്കും ചിക്കു മതി. ഇന്നലെ പിന്നെ എവിടെയായിരുന്നു? ആ അപ്പൂസിന് സുഖമില്ലായിരുന്നു. എൻ്റെ ബൈക്കിലാണ് അവർ ഹോസ്പിറ്റലിൽ പോയത്. പിന്നെ ഞാൻ രാഹുലിനെ വിളിച്ചു വരുത്തി ഞാനും അങ്ങോട്ട് പോയി. ചേട്ടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? ഒറ്റമൂലെന്ന് പറഞ്ഞാൽ നടക്കലായിരുന്നോ? കാണിച്ചില്ലായിരുന്നു, അങ്ങനെ പനി കൂടിയേ. എന്നിട്ട് പപ്പൂസിന് എങ്ങനെയുണ്ട്? വലിയ മാറ്റമൊന്നുമില്ല. ഇന്നലെ കാണിച്ചപ്പോഴേ ഡോക്ടർ പറഞ്ഞു ബെറ്റർ ഹോസ്പിറ്റലിലോട്ട് മാറ്റാൻ. എവിടാ ആരെയൊക്കെ? അത് ഡോക്ടർമാരുടെ നമ്പറാണോ ബിസിനസ് ആണെന്നൊക്കെയാണ് ചേട്ടൻ പറയണത്. എന്തായാലും വൈകിട്ടത്തേക്ക് കുറവില്ലെങ്കിൽ വേറെ ഡോക്ടറെ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാ നല്ലത്. പാവന അധികേച്ചി. പൈസ എന്തെങ്കിലും വേണോ നിനക്ക്? അതൊന്നും വേണ്ട. ഞാൻ വേണമെങ്കിലും കുറച്ച് അറേഞ്ച് ചെയ്യാം. വേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. എന്തായിരുന്നു എന്റെ ജോബിന്റെ കാര്യം? ഏകദേശം ഒരെണ്ണമൊക്കെ ഓക്കെ വരുന്നുണ്ട്. ആ ശരി ശരി. അതെയാലേ. ഓക്കെ ഓക്കെ. എന്താ പറ്റിയേ? പനി കുറച്ച് കൂടുതലാ. ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ ഇതുവരെ വന്നിട്ടില്ല. ഡോക്ടർ എവിടെ? ഡോക്ടർ എന്നും നേരത്തെ വരാറുള്ളതാ, ഇന്നെന്താ വൈകിയെന്നറിയില്ല. വിളിച്ചപ്പോൾ വന്നോണ്ടിരിക്കുകയെന്നാ പറഞ്ഞത്.
ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നിങ്ങളൊക്കെ എന്താൾക്കാരാ? എല്ലാ ഡോക്ടർമാരും കണക്കാ. പരിശോധന സമയം കഴിഞ്ഞിട്ടും ഇത്ര നേരമായിട്ട് ഡോക്ടറെ എത്തിയില്ലെന്നോ? ഡോക്ടർ എപ്പോഴും 1 മിനിറ്റെങ്കിലും മുന്നേ എത്താറുള്ളതാ. ഇന്നിപ്പോ 5:30 മുതൽ 9:30 വരെയല്ലേ പരിശോധന സമയം? അതെ. എന്നിട്ടും ഡോക്ടർ ഇതുവരെ എത്തിയില്ലേ? മോഹ, നീ ഒരു വണ്ടി വിളിക്ക്, മോളെ നമുക്ക് വേറെ ആരെങ്കിലും കാണിക്കാം. നിങ്ങളൊന്ന് അടങ്ങ്. ഡോക്ടർ ഇപ്പം എത്തുന്നല്ലേ പറഞ്ഞത്? ഇന്നലെ ഡോക്ടർ പറഞ്ഞതാ മെട്രോ ഹോസ്പിറ്റലിലോട്ട് മാറ്റാൻ. അന്നേരം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ തട്ടിപ്പോണെന്ന് പറഞ്ഞു. മൈൻഡ് ചെയ്തിട്ടില്ല. എന്നിട്ടിപ്പോൾ എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട്? 3-4 ദിവസമായി. എന്നിട്ട് ഇതുവരെ ഞാൻ കാണിച്ചില്ലേ? ഗവൺമെന്റ് ആശുപത്രി കാണിച്ചിരുന്നു, മരുന്ന് കഴിച്ചിട്ട് കുറവൊന്നുമില്ല. ഇരിക്ക്. ബ്ലഡ് ടെസ്റ്റ് സെറ്റില്ലേ? തൽക്കാലം ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. കുറഞ്ഞില്ലെങ്കിൽ സിറ്റി ഹോസ്പിറ്റലിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ ഒന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് പറയാനോട് തന്നെ ഇത്ര നേരം കാത്തിരുന്നത്? എന്താ ചേട്ടാ കാണിക്കണേ? കൊച്ചിനെ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യാൻ നോക്ക്. മോഹാടാ, ഇങ്ങനെ ഞാനിന്ന് ഡ്യൂട്ടി സമയത്ത് തോന്നിയ സമയത്ത് കയറി വന്നിട്ട് നിങ്ങൾ നീ മോളെ കൊണ്ട് പോകാൻ നോക്ക്. മര്യാദയില്ലേ? ഇവനൊക്കെ കാണിക്കണേ. അത് ശരി, ഡോക്ടർ ഗുണ്ടേനെ കൂട്ടിയാണോ വന്നിരിക്കുന്നത്? അതേടാ, ഗുണ്ടയായിരുന്നു ഒരു കാലത്ത്. ഈ പാവൻ ഡോക്ടറെ എന്നെ ഒരു നല്ലൊരു മനുഷ്യനാക്കിയത്. ഇദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്താണ്ടല്ലോ വെട്ടി നുറുക്കിക്കളെ ഞാൻ. അറിയില്ല നിങ്ങൾക്ക് എന്നെ. പാവങ്ങളുടെ ജീവന്റെ വില അറിയാത്ത ഇവനൊക്കെ ഡോക്ടറാണോ? ആർക്കാടെ ജീവന്റെ വില അറിയാത്തത്? ഫേസ്ബുക്കും യൂട്യൂബും കണ്ട് ചികിത്സിച്ച് അവസാനം രക്ഷപ്പെടില്ല എന്ന് കാണുമ്പോൾ ഹോസ്പിറ്റലിലെത്തി അവിടുത്തെ ഡോക്ടറിന്റെ കൊത്തിന് പിടിക്കുന്നത് നിങ്ങൾക്കോ? അതോ സ്വന്തം കുഞ്ഞിന്റെ വെട്ടിപ്പൊളിച്ച ശരീരത്തിന് മുമ്പിൽ നിന്ന് ഞാനായിട്ട് ഒന്നും സംഭവിക്കുമെന്ന് പറഞ്ഞു വന്ന ഈ പാവത്തിനോ? ഒരാക്സിഡന്റിൽ ഡോക്ടറിന്റെ മോൻ മരിച്ചു. ആ ബോഡിക്ക് ഇറങ്ങി ഇരിക്കുമ്പോഴാണ് ഇവിടുന്ന് കോള് വരുന്നത്. ഇത്തിരി സീരിയസ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും പോകണ്ടെന്ന് പറഞ്ഞിട്ട് നിന്റെയൊക്കെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന അയാളാണ് നീയൊക്കെ. വാ സാറ്. രോഹ, ടച്ചിങ്സ് പഠിക്കാൻ പോയാലേ കാണാനില്ലല്ലോ. ആ, നല്ല ആളെയാ പറഞ്ഞു വിട്ടിരിക്കുന്നത്. നീ എന്താ ടച്ചിങ് സോങ്ങാൻ പോയിട്ട് കയ്യും വീശി വന്നിരിക്കുന്നത്? കയ്യും വീശല്ല, നിനക്കിட்ட കടടത്ര എന്താടാ എന്നെ തൊല്ലുന്നത്? എന്താ പ്രാന്താണോ? അതേടാ, ഭ്രാന്ത് തന്നെയാ. ഇത് കണ്ടു നോക്കോ. അജ്ഞാത വാഹനം ഇടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. തൃശൂർ കുന്നംകുളത്തിന് സമീപം കേച്ചേരിയിലാണ് അജ്ഞാത വാഹനം ബൈക്കിലിടിച്ച് വിദ്യാർത്ഥി മരണപ്പെട്ടത്. എടാ ഇത് അതേടാ, നിന്റെയൊക്കെ കഴപ്പ്. നമ്മൾ കാരണം ഒരു പാവം പയ്യന്റെ ജീവനാ. ഒരു നിമിഷത്തെ അശ്രദ്ധയല്ലടാ. അന്നേരം ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോടൊന്ന് ഇറങ്ങി നോക്കാൻ. നോക്കിയിരുന്നേ തീർച്ചയായും ആ പാവം പയ്യന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ? അതിനിപ്പോ ഞാനെന്ത് ചെയ്തു? മനഃപൂർവ്വമല്ലല്ലോ, ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന. നീ ഇപ്പൊ തൽക്കാലം ഓനടിച്ചേ. ഇത് കാരണം ഇതൊക്കെ സംഭവിച്ചത്. ഇനി എന്റെ ജീവിതത്തിൽ ഈ സാധനം ഞാൻ ഉപയോഗിക്കില്ല.
പായു ആ. ഇന്നൊരു ആക്സിഡന്റ് കേസ് വന്നു ഹോസ്പിറ്റലിൽ. ആ. ഒരമ്മയും കൊച്ചും ഉം. ഹെവി ഇഞ്ചുറിയാ. ആ. കണ്ടാ സഹിക്കില്ല. ശോ. മനസ്സിൽ നിന്ന് മാറുന്നില്ല. അതെ. ആ. എന്താണ്? എന്താടാ എന്തോ എന്തോ കോളുണ്ടല്ലോ. താട്ടെ പപ്പേ, പറടാ. ഞാൻ പറഞ്ഞ ബൈക്കിന്റെ കാര്യം എന്തായി? പപ്പയ്ക്ക് ഉറക്കം വരുന്നു. ഭയങ്കര ക്ഷീണം. പറ പപ്പാ. നീ പറ, എന്ത് ബൈക്കാന്നേ? ഞാൻ വാട്സപ്പിൽ അയച്ചു തന്നില്ലേ? അമ്മ പറഞ്ഞില്ലേ? വാട്സപ്പ് നോക്കാൻ പപ്പയ്ക്ക് നേരമുണ്ടോ? നീ കാര്യം പറഞ്ഞോ, എന്തുകൊണ്ടിയാ? 2 വീലർ ലൈസൻസ് എടുത്ത് ഞാൻ മേടിച്ചു തരാന്ന് പറഞ്ഞല്ലേ അമ്മേ? ഏയ്, ഉം. മേടിച്ചു കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം, ഉം. ബൈക്ക് മേടിച്ചു തരാം. ഒരൊറ്റ കണ്ടീഷൻ, പപ്പയും അമ്മയും ബൈക്ക് സെലക്ട് ചെയ്യും. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ നമുക്ക് നാളെ പോവാം. യാ ഓക്കെ. പൊന്നു, അമ്മയുടെ പൊന്നു.